കാമുകനാണോ അല്ലെങ്കിൽ ഒരു സഹോദരനാണോ അല്ലെങ്കിൽ ഒരു വാപ്പാണോ ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ച് തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. ഈ വലിയ മനുഷ്യൻ ആരാന്നറിയോ? റസൽ പൂക്കുട്ടി. പുള്ളീനെ കുറിച്ചാണ് ഈ കഥകളൊക്കെ ഇവർ പറയുന്നത്. ഇവരുടെ കഥ നമുക്ക് തുടങ്ങാം. ഞാൻ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു വേറൊരു ചാനലിലാണ്. അതെനിക്ക് എടുക്കാൻ തോന്നിയില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയേണ്ടതായിട്ടൊന്നുമില്ല. പക്ഷേ മറുനാടനിൽ വന്ന ഈ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറയാനുണ്ട്. സജിന ഇരുന്നിട്ട് സജിനയുടെ കുറേ പരിപാടികൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ പറയുന്ന പലതും കേൾക്കുമ്പോഴേക്കും ഒന്നങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇവർ മറ്റൊരാളെ എക്സ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ സംഭവിച്ച കഥകൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവർ സ്വയം എക്സ്പോസ്ഡ് ആവുകയും മറ്റെല്ലാവരെയും ഇതിൻ്റെ അകത്തേക്ക് ഡ്രാഗ് ചെയ്തിടുകയും എല്ലാവരും ഇവർക്കെതിരെ തിരിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തുടക്കത്തിലേ മനസ്സിലാക്കി ഒരു കേസ് കൊടുത്തുന്നവരല്ല അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവർ പിന്നെ ഇതൊന്ന് എന്താ പറയുക വർക്കൗട്ട് ആക്കാൻ വേണ്ടി ഓരോ ചാനലിൽ കയറി ഇൻ്റർവ്യൂ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ നല്ല രീതിക്ക് നാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തുനിന്നും പല സാധനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഫിറോസ് ഖാൻ തന്നെ ഫിറോസ് ഖാൻ ഞാൻ നിങ്ങളുടെ ഒരു ഫാനായി വരികയാണ്. ഈ ടക്ക് ഓരോ സാധനങ്ങൾ വരുമ്പോഴേക്കും ചില സമയത്ത് തോന്നും ഫിറോസാണ് കുഴപ്പമെന്ന്, ചില സമയത്ത് തോന്നും ഇവരാണ് കുഴപ്പമെന്ന്. ഈ ഒരു വീഡിയോയിൽ ഞാൻ സജ്ന നൂറിനെ അത്ര കാര്യമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ വീഡിയോ കൂടിയൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേക്കും സംതിങ് ഈസ് റോങ് സംവെയർ. നമ്മളതിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ കഥകളൊക്കെ കേട്ടപ്പോഴേക്കും ഞാൻ എൻ്റെ കഥകളായിട്ട് ഇക്വേറ്റ് ചെയ്തുകൊണ്ട്. കാര്യം എനിക്കിപ്പോൾ സംഭവിച്ചു പോയി അതേ സംഭവങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നത്. അത് മൊത്തത്തിൽ ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടേണ്ട വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെൻ്റൽ ട്രോമയൊന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. ഒരു ഭ്രാന്തനായിക്കൊണ്ടിരിക്കുമെന്ന് മനസ്സിലായി. അവസാനം ഡോക്ടറെ വരെ പോയി കണ്ടുവന്നു. അയ്യോ ഭ്രാന്തിൻ്റെ ഡോക്ടറല്ല കേട്ടോ, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൗൺസിലിംഗ് ഒക്കെ എടുത്ത്. ഐ വാസ് ഗോയിങ് ത്രൂ എ വെരി ടഫ് സിറ്റുവേഷൻ മാൻ. എൻ്റെ പഴയ ചാനലും തിരിച്ചിട്ടിട്ട് വേണം ആയുധപ്പോലെയെന്ന ആയുധങ്ങളൊക്കെ ഒന്ന് ഇറക്കാൻ. തൽക്കാലത്തേക്ക് സജന നൂറിൻ്റെ വിഷയം നമുക്ക് സംസാരിച്ച് പോവാം. ഇപ്പോൾ ഫിറോസ് ഖാൻ ഒരു വീഡിയോ പുറത്തുവിട്ടുണ്ടായിരുന്നു. പണ്ട് സജന പുള്ളിയിൽ ഉപേക്ഷിച്ചിട്ട് ഏതോ മലപ്പുറത്തുള്ള ആൽബം ഡയറക്ടറൊപ്പം പോയ കഥ. ഈ സാധനം കേട്ടപ്പോഴാണ് ഞാൻ ഇതേ കഥ എൻ്റെ റിയൽ ലൈഫിൽ കേട്ടിട്ടുണ്ട്. കെട്ടിയോനെ ഉപേക്ഷിച്ചിട്ട് മലപ്പുറത്തുള്ള ആൽബം ഡയറക്ടറൊപ്പം പോയി അവസാനം അയാൾ ഊമ്പിച്ചൊരു കഥ. ആ കഥയൊക്കെ വരുന്നുണ്ട്, നമുക്ക് പറയാം. ഒന്നും തെളിവുകളില്ലാതെ ഇനി പറഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കാർക്കും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അതേപോലെ തോന്നുന്നടാ എന്തോ ഇതൊക്കെ ഒറ്റച്ചിൽ വാർത്തെടുത്ത ആൾക്കാരാണ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ആ വീഡിയോ കാണിച്ചു തരാം. പിന്നെ എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ട് ഫിറോസിനോട് ജീവിക്കാൻ ഒക്കെ വട്ടണ്ട. പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല, ഒരിക്കലും ആവില്ല. ഇപ്പം അത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചില പെണ്ണുങ്ങളുടെ ഒരു പ്രശ്നമാണ് ഞാനിവിടെ പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, മറ്റേതുണ്ട് മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോയി ചെന്നങ്ങോട്ട് ചാടും. ഇവർ പറയുന്നൊരു സാധനം സ്നേഹം വേണം, വിശ്വാസം വേണം, ജീവിതം വേണം, ജീവിതം നഷ്ടപ്പെട്ട് ഇനിയെങ്കിലും എനിക്കൊന്ന് ജീവിക്കണം, എന്നിട്ട് അവിടെ നിന്ന് മുമ്പിൽ കിട്ടും, എന്നിട്ട് അടുത്തോടത്ത് പോകും. ഇങ്ങനെ നടന്ന് വേറൊരുത്തൻ്റെ ജീവിതത്തിൽ പോലും കയറി പറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലെത്തും. എന്നിട്ട് എന്തെങ്കിലും കാരണവശാൽ അവൻ അക്സെപ്റ്റ് ചെയ്താലോ ഇതേ കഥകൾ ട്രോമ എന്ന് പറഞ്ഞിട്ട് അവനെ ഒമ്പിക്കും. ഇങ്ങനത്തെ കുറേ അപരാധികളുണ്ട്. ഞാൻ സജന നൂറിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇവർ ഇതിനെക്കുറിച്ച്, അതായത് ഫിറോസിൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ, ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കാൻ വയ്യാതെ, അയാൾ ക്രൂരനും മറ്റേതും മറിച്ചതുമായിട്ടുള്ള ഒരാളായതുകൊണ്ട് ഈ പറഞ്ഞ പുള്ളിയുടെ ഒപ്പം ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ആ കഥയിലേക്ക് കിടക്കാതെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് മടുത്തു. പക്ഷേ പണി ഞാൻ തിരിച്ചു കൊടുക്കും. എന്നെ വേദനിച്ചതിൻ്റെ വേദനിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അയാളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പൊ പറഞ്ഞു സച്ചിൻ ഒരാളുടെ കൂടെ പോയി. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മുടെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണ്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും ഇല്ല. അത് പോയി ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചിൽ പിടിച്ചിൽ വർക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡിൽ, അതായത് ഇവൻ എന്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കഡ് മൈൻഡിലാണ് ഞാൻ സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിതമല്ല, ജീവിക്കാനല്ല, ഇതിനുള്ളൊരു പണിഷ്മെന്റ് പോയി. പണിഷ്മെന്റ് പോയതാണ്. ജീവിതമൊന്നുമല്ല. ഒരു മാസത്തോളം ഒരാളുടെ കൂടെ പോയി അത് പണിഷ്മെന്റ് ആയിരുന്നു.
ഇതൊക്കെ വന്ന് പറയുമ്പോൾ ബാക്കി ഈ കാണുന്നവരൊക്കെ ചോറ് തന്നെയല്ലേ തിന്നണേന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്ക്. അല്ല, വേറെ കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ഇവരല്ല, ഇതുപോലത്തെ കുറേ സ്ത്രീകളുണ്ട്. അവരുടെ കുടുംബത്തിലുള്ളവർ ചിലപ്പോൾ ഇത് വിശ്വസിക്കും, നാണക്കേടും മറ്റേതൊക്കെ ഭയന്ന്. പക്ഷേ എന്തെങ്കിലും ഈ സത്യങ്ങളൊക്കെ പുറത്ത്, ഇപ്പോൾ സജന നൂറിൻ്റെ അവസ്ഥ നോക്ക്, എല്ലാം വാലുപോലെ പുറത്ത് വരുന്നുണ്ട്. എന്തെങ്കിലും ഇതൊക്കെ പുറത്ത് വരും എന്നുള്ളത് ഈ വധൂരിപ്പടകളൊന്ന് ഓർത്തിരുന്നാൽ നല്ലതാണ്. സജന നൂറിൻ്റെ കേസ് നിന്നാലും കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ഇവരൊരു സൈഡിൽ നിന്ന് ഇവർ പറയുന്നു, മറ്റു സൈഡിൽ നിന്ന് മറ്റുള്ളവർ പറയുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക. അതിൽ പലതിനും ബേസ്ലെസ് ആയിട്ടുള്ള തെളിവുകളില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ തെളിവോട് കൂടി ഇട്ട വീഡിയോക്ക് ഇവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾ കേട്ടല്ല. ഇത് തന്നെ ഇത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ റിയൽ ലൈഫിൽ. ഒരാളോടുള്ള റിവെഞ്ച്, അതിന് വേറൊരാളുടെ കൂടെ പോവുക, വേറൊരാളുടെ സ്നേഹം കാണിക്കുക. എന്നാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അയാൾ കൊള്ളൂല, അയാൾ ടോക്സിക്കും മറ്റേത് മറിച്ചത്. ഈ പരിപാടി ഇങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പുരുഷന്മാരുടെ കേസിലേക്ക് അധികം കിടക്കുന്നില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പുരുഷന്മാരുടെ കേസിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സ്ത്രീകൾക്ക് ഉണ്ടായാൽ ഈസി ആയിട്ട് ആ സ്ത്രീകൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഫൈൻ, കേസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കൊരു ഗുണമുണ്ട്. എന്താ അറിയോ? ആ പുരുഷന്മാർ എന്തെങ്കിലും കാരണവശാൽ അവർക്കൊരു ത്രട്ടനിങ് ആയിട്ട് വന്നാൽ, അല്ലെങ്കിൽ നീ എന്തിനാണ് ഈ മോളെ എന്നോട് ചെയ്തതെന്ന് ചോദിച്ചു വന്നാൽ, ഇവർക്കുണ്ടായി കേസ് കൊടുക്കാം, ചെറുക്കനകത്താവും. ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നിയമത്തിൽ. പക്ഷെ അത് എല്ലാ സ്ഥലത്തും അങ്ങോട്ട് വർക്കൗട്ട് ആവില്ല. നിയമപരമായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അങ്ങനെ പണി അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, സൈനാനൂർ തള്ളു. അത് അങ്ങ് ക്ഷമിച്ചോ അങ്ങനെ പോയത്? ആരാ? ഫിറോസ് ഖാൻ. ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട്, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോകരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെ ഒന്നും നിങ്ങൾ ഓർത്തിട്ടില്ലായിരുന്നോ? അതിന്റെ കുറെ കട്ട് ചെയ്തുള്ള വോയിസ് റെക്കോർഡാണ് ഫിറോസ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. കട്ട് ചെയ്തുള്ള ഫുൾ ധൈര്യം ഉണ്ടെങ്കിൽ ഫുൾ ഇടാൻ പറവൻ. അവൻ ഷൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് തന്നെ, അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ എനിക്ക് പിന്നെ വേണ്ട, എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങി വരുവാന്ന് പറഞ്ഞൊരു സാധനം ക്രിയേറ്റ് ചെയ്ത സാധനം, ഒരു വീഡിയോ ആണ് അവൻ ഇട്ടു. ഈ സാധനം നമ്മൾ അറിയുന്നുണ്ടോ? ഇവനെ വേദനിപ്പിക്കാൻ ഇവന് മനഃപൂർവ്വം ഇട്ടുകൊടുത്ത സാധനമാണത്. നമ്മൾ ഈ മനഃപൂർവ്വം ഇട്ടുകൊടുത്തു എന്ന് പറയുന്നത് പ്രതികാരം ചെയ്യാം. ഇതൊരു വിചിത്രമായ പ്രതികാരമായി പോയല്ലോ. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ല ഏട്ടാ, എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന, പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കാന്നുള്ള സാധനത്തിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ നമുക്ക് വേറൊരാളുടെ കൂടെ പോകണം, ആ ആളുമായിട്ടൊരു റിലേഷൻ, ഒരു അഫയർ ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തിൽ പോയപ്പം ആക്ച്വലി നമ്മൾ ഈ പറയുന്ന കണക്ക് നമുക്ക് കുറേ ക്രൂരത നമ്മളടുത്ത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരാളുടെ തെറ്റാ. ഞാൻ അഗെയിൻ ചിന്തിക്കണം, ഞാൻ എൻ്റെ ലൈഫിൽ കണ്ട ഒരു വ്യക്തി, അത് ഇവരെങ്ങാനാണ് ഇനി? അല്ല, ഇവരല്ല, വേറെ ആളാണത്. ഇതേ കഥകൾ തന്നെയാണ് നമ്മൾ കേട്ടേക്കുന്നത്. ആൽബം ഡയറക്ടറുടെ കൂടെ പോകുന്നു, കെട്ടിയവൻ്റെ ക്രൂരത, മറ്റേത് മറിച്ചത്, എന്നിട്ട് അവിടെ ഉമ്പിക്കലിട്ടുന്നത്, പിന്നെ ഓടി നടന്ന എല്ലാ ഉമ്പിക്കലിലും പങ്കെടുക്കുന്നു. ഇവർ പരിചയപ്പെടുന്ന എല്ലാ ആണുങ്ങളും മറ്റവർ, മറിച്ചവർ, വൃത്തികെട്ടവന്മാർ, ടോക്സിക്ക്, പണിക്ക് വിടാത്തവർ, അങ്ങനെ ഇങ്ങനെ കുറേ കഥകൾ. എന്തോന്നടേ ഇതപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വർഗമാണോ? ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല, അയാൾ കയ്യും കാലും പിടിച്ചിരുന്നു. അയാൾ കയ്യും കാലും പിടിക്കണം എന്തിനാ? അയാൾക്ക് നിങ്ങളെ വേണ്ട, അയാൾക്ക് നിങ്ങളെ കൊണ്ട് ഒരു ആവശ്യമില്ല. അയാൾ ചതിയനാണെങ്കിൽ അയാൾ കയ്യും കാലും പിടിച്ച് വരേണ്ട കാര്യം. നിങ്ങൾ ഒരാളുടെ കൂടെ പോയി ഞങ്ങൾ പോട്ടേന്ന് വിചാരിക്കേണ്ടതല്ലേ? ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയൊരു പെണ്ണിൻ്റെ പുറകെ വന്ന് ഇതാക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ളൊരു ഇഷ്ടം നിങ്ങളോട് ഉണ്ടാവില്ലേ? ഇല്ലേ? ഞാൻ അയാളെയും കുറേ കുറ്റം പറഞ്ഞ വീഡിയോ ഇട്ട ആൾ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കൂടിയാണ് നമ്മളീ പോകുന്നത്. ഒരാൾ വന്ന് കയ്യും കാലും പിടിച്ച് നിങ്ങളുടെ പുറകെ കിടക്കുന്ന അത്ര മോശക്കാര്യമെന്ന് വിചാരിക്കണേ. ഫിറോസിൻ്റെ കാര്യമല്ല, ജനറലായിട്ട് പറയാം. അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങളില്ലാത്തൊരവസ്ഥ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ ഒരാണ് വന്നാലും പെണ്ണ് വന്നാലും അതിനിങ്ങനെ ഇത്രത്തോളം പുച്ഛിക്കരുത്. പിന്നെ ഈ കർമ്മ എന്നുള്ള സാധനമുണ്ട്, ഇതുപോലെയൊക്കെ ചെയ്യുന്നവരടുത്ത് പറഞ്ഞേ, അത് വരും, തലയിൽ വന്ന് വീഴും. ചെയ്ത ചെയ്തികൾക്കെല്ലാം തിരിച്ച് കിട്ടും. കണ്ടുകൊണ്ട് ഒരാൾ മുകളിലിരിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനുള്ളത് എവിടെ നിന്നെങ്കിലും തിരിച്ച് കിട്ടും. അങ്ങനെയുള്ളവരടുത്താണ് ഞാൻ പറയുന്നത്. കാണുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ അനുഭവിക്കുന്നതും അവർ പോയിക്കൊണ്ടിരിക്കുന്ന മെൻ്റൽ സ്റ്റേറ്റും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നിങ്ങളുടെ ഒരു കഥയുടെ അകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ആ കഥ നിങ്ങളുടെ കൂടെയുള്ള, നിങ്ങളുടെ കംഫർട്ട് സോണിലുള്ള കുറച്ച് പേരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുമ്പോൾ ഓർക്കണം, നിനക്കൊക്കെ തിരിച്ച് കൊത്ത് കിട്ടും. എവിടെ നിന്നുണ്ടെങ്കിലും ചെയ്തു വെച്ച കാര്യങ്ങൾ അത്ര നല്ലതൊന്നുമല്ല. എത്ര പേരെ ജീവിതമായിരിക്കും നശിപ്പിച്ചത്. ഞാൻ സജന നൂറിനെ കുറിച്ചല്ലാട്ട പറയുന്നത്. പക്ഷേ സജന നൂറിൻ്റെ കേസിൽ ഇപ്പോൾ അതാ ഈ പറഞ്ഞ ഒരാളുടെ ഇപ്പോൾ ഒരു മാസം പോയ സമയത്ത് ഉണ്ടായൊരു കഥ ഇവർ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ഇഷ്ടം വന്നു, അയാൾ സിൻസിയറായി തുടങ്ങിയെന്ന് ഇവർക്ക് തോന്നി. അപ്പോഴേക്കും ഫിറോസ് ഖാൻ വന്ന് ഇങ്ങനെ വിളിച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോഴേക്കും നേരെ ഇയാളിട്ടുണ്ട് ഫിറോസിൻ്റെ ഒപ്പം പോയി. ഇയാൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇയാൾ എന്തും പറഞ്ഞ് കേസ് കൊടുക്കും? ഭർത്താവായിട്ട് പിണങ്ങി വന്ന ഭാര്യയുടെ ഒപ്പം ഞാൻ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു, ഭർത്താവായിട്ട് പിന്നെ രമ്യതയിലായപ്പോഴേക്കും അവൾ എന്നെ ഇട്ടുണ്ടോ എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റുമോ? അയാൾ നാണം കെടും. അതുകൊണ്ട് അയാളും മിണ്ടിയില്ല. ഈ നാണക്കേട് ഭയന്നിട്ട് ആ പുള്ളി ഇനി അയാളൊക്കെ പുറത്ത് വരുമോ എന്ന് എനിക്കറിയില്ല. അയാളും അയാളുടെ പാട് നോക്കി പോയി എന്നുള്ളത് സത്യം. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ.
ഇവരുടെ ഒരു റിവഞ്ച് തീർക്കാനാന്ന് പറയുന്നു. റിവഞ്ച് തീർക്കാൻ വേണ്ടി മറ്റ് ആണുങ്ങളുടെ അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ ജീവിതം വെച്ചാണ് കളിക്കേണ്ടത്. എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയാന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളും ഇക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുക. അല്ലല്ല, റസൂലിക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാത്ത അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഒരു ഒരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്ന വീഴ്ചയിൽ കൈ പിടിച്ച് കയറ്റിക്കൊണ്ടുവന്ന ആളുടെ കൊച്ചെങ്ങനെ ഇപ്പോൾ വയറ്റിൽ വന്ന് അപ്പോൾ ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോഴും. അല്ല ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞു, ഇവരുടെ തന്നെ വോയിസ് പുറത്ത് വന്നാണ് ഇത്ര മാസം പ്രഗ്നൻ്റ് ആണ്, 3 കോടി വേണം, മറ്റേത് വേണമെന്ന്. ആ കോളിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത്. ദിയേസാനെ മറ്റുമൊക്കെ ആയിട്ട് ഈ കാര്യം ഡിസ്കസ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ നേരെ ഫിറോസിന് അയച്ചു കൊടുത്ത്. കാര്യം കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇത്. ഒരു കെട്ടിയവരുണ്ടായിട്ട് അവൻ ഇതുപോലെ ഊമ്പിച്ച് വേറൊരാളുടെ ഒപ്പം പോയി ഇങ്ങനെ ഊമ്പിച്ച് നടക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവർ ഷെയർ ചെയ്ത് കൊടുക്കും. അതങ്ങനെയാണ്, നല്ല മനുഷ്യരങ്ങനെയാണ്. ദിയാസനയൊക്കെ അത്ര പെർഫെക്റ്റ് നല്ല മനുഷ്യരാണ് എന്നെല്ലാം പറയുന്നത്. എനിക്ക് അവരെ പേഴ്സണലി അറിയില്ല, അവർ എന്തോ ചെയ്യട്ടെ അതെനിക്കറിയില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ദിയാസനയൊക്കെ ചെയ്തത് കറക്റ്റ് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കൃത്യമായിട്ട് അത് അറിയിക്കേണ്ടവർക്ക് അറിയിച്ചു കൊടുത്തു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇവരുടെ പേഴ്സണൽ കാര്യം ഇവരെന്തോ വേണമെങ്കിൽ ചെയ്യട്ടെ. നമ്മൾ ഈ വീഡിയോ ഒന്നും പോലും എടുത്തിടേണ്ട കാര്യമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ഞങ്ങളെപ്പോലുള്ളൊരു വീഡിയോ ചെയ്യും. അതങ്ങനെയാണ്. ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് വേറെ ഏതോ ചാനൽ വന്നിട്ടില്ല, അവർക്ക് സ്വന്തം ചാനലിൽ ചെയ്തൂടെ? ഇല്ലല്ലോ. സോ അവർക്കത് അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, ചാനലിൽ അതിൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ. സോ നമുക്ക് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. ഇത് പലരും വന്ന് പറയും പച്ചയിറച്ചി ഇനി വേവിക്കണം, ഞാൻ പച്ചയിറച്ചി മറ്റേതൊന്നല്ല, ഞാൻ വേവിച്ചിട്ട് തന്നെ തിന്നാറുള്ളത് വേറെ കാര്യം. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നടക്കുമ്പോൾ ഡിസ്കസ് ചെയ്യണം. നമ്മളൊരു പത്രവാർത്ത അല്ലെങ്കിൽ ന്യൂസിലൊരു സാധനം കാണുമ്പോഴേക്കും നമ്മളൊരു 4 പേര് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യില്ലേ? ഇതേ സാധനം തന്നെ ഒരു വീഡിയോയുടെ മുമ്പിൽ നിന്ന് അതിനെക്കുറിച്ച് പഠിച്ച് കുറച്ചധികം ഡീറ്റെയിൽഡായിട്ട് പലരായിട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്നത്. ഇതേ വീഡിയോ കൂടി തന്നെ നിങ്ങൾ പലരും കമൻറ്റിൽ കൂടി പല ഇൻട്രാക്ഷൻ വരുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ നടക്കുന്നത്. ഒരു ചർച്ചയാണ്, അല്ലെങ്കിൽ ഇതും ഡിസ്കസ് ചെയ്യപ്പെടുന്ന വിഷയമാണ്. നമ്മൾ എല്ലാവരും കല്യാണം കഴിക്കാനും അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പലരും പല മേഖലകളിലുള്ളവരായിരിക്കും. ചിലപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരൊക്കെ വീഡിയോ കാണണേ. തിരുത്തലുകൾ ഇവിടെ ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുക തന്നെ വേണം. ഇത് പേഴ്സണൽ ലൈഫിൽ ഉൾപ്പെടെ അനുഭവങ്ങളുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ഒന്ന് തുറന്ന് പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ആക്ച്വലി എനിക്കത് കുറേ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് നമ്മൾ ഈ എൻ്റെ വോയിസ് റെക്കോർഡ് ഇപ്പം എനിക്ക് ചേട്ടനൊരു വോയിസ് റെക്കോർഡ് ഇട്ട് അത് ഞാൻ മറ്റൊരാൾക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും എനിക്ക് റിവെഞ്ച് മൈൻഡ് ഉണ്ടായിരിക്കും. ഉണ്ടാവാതെ എന്തായാലും ഒരിക്കലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസന എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് വന്നിട്ട് ബിഗ് ബോസ് കുറച്ച് ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നിരിക്കാന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ വന്നു. കാരണം എൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കര രസമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ട്രിവാൻഡ്രത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശാസ്തമംഗലത്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ കൂടെ ആവശ്യത്തിന്. കാരണം ഷൂട്ടിന് പോകണം വരണം. അതുപോലെ തന്നെ എനിക്ക് അവിടെ ഒരു ബൊട്ടിക്ക് തുടങ്ങാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. അതിന് വേണ്ടി എടുത്തിട്ട് അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ. അപ്പം നമ്മൾ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് ബിഗ് ബോസ് ടീം വന്നപ്പോഴത്തേക്ക് ദിയാറിനോട് ഇവരെ നമുക്ക് എല്ലാവരും കൂടെ കറങ്ങാൻ പോകാന്നെല്ലാം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി പുറത്തൊക്കെ ഫുഡൊക്കെ കഴിച്ചു. തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് സജിനയുടെ വീട്ടിൽ പോയി ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി എന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് വന്നിരിക്കുന്ന നല്ല രസമാണെന്നൊക്കെ 4-5 പേരുണ്ടായിരുന്നത്. എല്ലാവരും അറിയാവുന്നവരാണ് ബിഗ് ബോസിലുള്ള. അതിനകത്ത് ഒരാൾ മാത്രം ദിയയുടെ ഒരു കൂടെ നടക്കുന്ന ഒരു പയ്യൻ. അതും പറയേണ്ട അവരൊന്നും ഞാൻ പിടിച്ചിടുന്നില്ല ഇതിനകത്ത്. ബാക്കിയെല്ലാം ബിഗ് ബോസിലൊരു ടീമായിരുന്നു. വന്നു ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എ സി റൂം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ദിയാസന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ദിയാസനായിട്ടുള്ള അലിഗേഷൻ ഇത്രേ ഉള്ളൂ. ദിയാസന ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഇവർ പറഞ്ഞു കേട്ടല്ല ഈ സംഭവങ്ങളൊക്കെ. ഇതിനൊന്നും പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇവർ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരെവിടെ അത് ഇട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് കണ്ടപ്പോൾ ദിയാസനക്ക് കുരുപൊട്ടി. അവർ സ്വാഭാവികമായിട്ട് അടങ്ങിയിരിക്കുകയോ ഇല്ല, അവരവരുടെ വേർഷനായിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. എന്തോ നടയത്. ഇതിപ്പോൾ തൊപ്പി ഗ്യാങ് കൂടി വന്നിട്ട് മറ്റേ MDയുടെ കേസ് അങ്ങോട്ടും ഇടും പരിശോധിക്കുക, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ആയിട്ട് ഇറങ്ങണേ. ഇതിപ്പോൾ അടുത്ത കേസുകൾ വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് പറയേണ്ട കാര്യമില്ല. ദിയാസനക്ക് ഇവരൊരു ശത്രു തോന്നിയത് ഇന്ന കാര്യമായിട്ടൊന്നും ഇത്രയും ഇതൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആ സൈഡിലേക്ക് അവരെ ഇതിൻ്റെ അകത്തേക്ക് ട്രാക്ക് ചെയ്തിടുന്നു. എൻഡ് ഓഫ് ദ ഡേ ഈ സ്റ്റാർട്ടിങ് ഇഷ്യൂ എന്താ, ഇവരും ഫിറോസായിട്ടുള്ള ഇഷ്യൂ. അതിലേക്ക് ഇപ്പോൾ എത്ര പേരെ ട്രാക്ക് ചെയ്തിട്ട് പൂക്കുറ്റിയുടെ കേസ് പിന്നെ വിട്, പൂക്കുറ്റി അവർ കേസായിട്ട് പോട്ടെ, അതങ്ങനെ പോട്ടെ. അതെനിക്കിപ്പോഴും അറിയില്ല. കാര്യം ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓരോരുത്തരും വന്നിരുന്ന് പറയണേക്കുമ്പോഴേക്കും പൂക്കുറ്റി ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടുപോയതാണോ എന്ന് വലിയ സംശയമുണ്ട്. ഇനി അവർ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഗർഭത്തിൻ്റെ കേസ് എന്താണെന്ന് ഇനി അവർ തന്നെ വന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും അല്ലേ? എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ? ദിയാസനയുടെ ഒരു പ്രതികരണം കൂടി ഉണ്ട്, കേട്ടു നോക്കാം.
ഹലോ എവ്രിവൺ, ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇന്നലെ മറുനാടൻ മലയാളി ചാനലിനകത്ത് സജന നൂർ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂർ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അതിനകത്ത് മുഴുനീളം അവരും ഫിറോസും റസൽ പൂക്കുറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നെ പറ്റിയിട്ട് അലിഗേഷൻ വന്നു. ഞാൻ MDMA കൊടുത്തു, MDMA ഉപയോഗിച്ചു, അതുപോലെ ഞാൻ MDMA കാരിയർ ആണ്, അവർക്ക് MDMA തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പം മറുനാടൻ മലയാളി ചാനൽ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ചാനലാണ്. പണ്ട് മുതലേ അവർക്ക് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഷാജൻ ഖാനെതിരെ. സ്വാഭാവികമായിട്ടും അതിന്റെയൊക്കെ നല്ല രീതിയിലുള്ള പ്രശ്നം ആ ചാനലിന്റെ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഴുനീളം വീഡിയോയിലെ ഒരു പോയിന്റ് ആയ ഞാൻ MDMA ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ഒരു തമ്മിലൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാൻ പോയി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനിപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പൊ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തു. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് തിരക്കുകളിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും വിശദമായിട്ടുള്ള വിവരം തരും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എസ്പെഷ്യലി എനിക്ക് റസൂൽ പൂക്കുറ്റി അതുപോലെ സജന ഇവരെ രണ്ടുപേരും ബന്ധപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ എന്തായാലും ഞങ്ങളെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ വെളിയിൽ വരാതിരിക്കാൻ മേ ബി ഞങ്ങളൊക്കെ അടപ്പിക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എല്ലാത്തിനെയും കൂടെ കുറെ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമെന്നുള്ള ഭയം കൊണ്ടിട്ടായിരിക്കാം മേ ബി ഞങ്ങളെയൊക്കെ നെഞ്ചത്തോട്ട് ഇങ്ങനെയുള്ള അലിഗേഷനൊക്കെ വെച്ചിരിക്കുന്നത്. എനിക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഡ്രഗിനെതിരെ സംസാരിക്കുന്ന ഒരാളാണ്. എഗെയിൻസ്റ്റ് ഡ്രഗ് എന്നുള്ള രീതിയിൽ മുദ്രാവാക്യം വരെ വിളിച്ചിട്ട് സമരം നടത്തി. ഓക്കെ, ദിയാസാണ് ഇതിൻ്റെ അത് പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളൂ. അവർ പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ്, അവരിതൊക്കെ ഇനി എക്സ്പോസ് ചെയ്യുക, അവരുടെ പേരൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അവർ കേസ് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഡിഫോമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അതൊക്കെ ആയിട്ട് അവർ മുമ്പോട്ട് പോകും. കാര്യം അൺവാണ്ടഡ് ആയിട്ട് അവരൊക്കെ പേര് ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിട്ടുണ്ട്. അവർക്ക് ഈ വേണമെങ്കിൽ സജനയ്ക്ക് ഈ ഒരു പാർട്ടങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടായിരുന്നു. ഇതെല്ലാം വന്നിരുന്ന ഒരു ചാനലിൽ വന്നിരുന്ന അങ്ങോട്ട് പറഞ്ഞപ്പോഴേക്കും ഓപ്പോസിറ്റിക്കുന്ന ആൾക്കാരും വെറുതെ ഇരിക്കും. ഇതിൽ എല്ലാം കൂടി ചളവളമായി. എനിക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കൊക്കെ കുറേ ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനുള്ള വക ഉണ്ടാവും. പുതിയ യൂട്യൂബ് ചാനലാണ്, ഇതിൽ നിന്ന് കാശൊന്നും കിട്ടൂല. വീഡിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉള്ളൂ നോക്കാം അതിനടുത്ത് വെച്ച്. അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ദിയാസനട അവരിനിയിപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങൾ, അവരുടെയും കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പൂക്കുറ്റിയുടെയും ഇവരുടെ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. അതൊക്കെ അവരും പുറത്ത് വിടാൻ പോവുകയാണ്, പുറത്ത് പറയാൻ പോകുന്നത്. മൊത്തത്തിൽ നാറിവിടെ. ഇനിയിപ്പോൾ അത് പുറത്ത് വിടുമ്പോഴേക്കും ഈ മറ്റേ ടീം, അതായത് സജിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു കാര്യത്തിനെ കുറിച്ചും പ്രൂഫൊന്നുമില്ല. ഈ ഫിറോസ് ഖാനെ കുറിച്ച് എന്തൊക്കെയോ പ്രൂഫ് ഉണ്ടെന്ന് പറയും. ഇത്രയും നാളായിട്ട് എന്തെങ്കിലും അവർ പുറത്തു വിട്ടിട്ടുണ്ടോ? ഒന്നും വിടുന്നില്ല. ഈ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഫിറോസ് ഖാനാണെങ്കിൽ ഉരുളക്ക് ഉപ്പേരി പോലെ ഓരോന്ന് ടിം ഈ വെള്ളപ്പങ്ങാടിയിൽ മറ്റേ ആ സാധനമില്ലേ, അതുപോലെ പുള്ളി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്തിൻ്റെ ആവശ്യമൊന്നും ആലോചിക്കണം. ഇനി ഈ സജിന ദുബായി പോയ കുറച്ച് കഥകളൊക്കെ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ദുബായി പോയി ഒരു മറ്റേ ബാറിൽ ഇരുന്നിട്ട് ഒരു ഗസ്റ്റായിട്ട് വിളിച്ചാണ്, അവിടെ പോയി ഇരുന്നാൽ മതി, രേണുസുതിയൊക്കെ ചെയ്യണ പോലെ പോയി ഇരുന്നാൽ മതി, കാശ് കയറിയവർ അങ്ങനെയൊക്കെ പറഞ്ഞു. സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവന്നിരുത്തുന്ന പരിപാടിയുണ്ട്. പക്ഷേ അങ്ങനെയാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവർ ചതിക്കപ്പെട്ടു. അവരെ മറ്റേ ലൈംഗിക മറ്റേ ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പിലേക്കാണ് ഇവർ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇവരാരും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആളിലൊരാളാണ് ഈ പറഞ്ഞ പൂക്കുറ്റിയൊക്കെ. അതിൻ്റെ പേരിൽ നന്ദിയുണ്ട്. എൻ്റെ അച്ഛനാണ് മറ്റേ പറഞ്ഞ പോലെ, മമ്മൂട്ടി പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയാണ് ഡെയ്സി, എൻ്റെ അമ്മയാണ് ഡെയ്സി എന്നുള്ളൊരു സാധനമാണ് കൊടുത്തു വെച്ചത്. ഒരു ഫിറോസ് ഖാൻ തന്നെ അടുത്തൊരു ഓഡിയോ പുറത്തുവിട്ടുണ്ടായത് ഈ ദുബായിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വോയിസ് കേൾപ്പിച്ചു തരാം. ഇടപെടുത്തി എന്നെ കൊണ്ടെവിടാക്കി എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആൾ ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറേ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടീനെ ആദ്യം കാണുന്നത്. ഈ ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ അപ്പൊ ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ആടി എനിക്ക് അയക്കേണ്ടത്, അപ്പം നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിന്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും.
ബെസ്റ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടി അപ്പോൾ ഈ പറഞ്ഞ ലേഡിക്ക് ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാര്യം ഫിറോസ് ഖാൻ വിട്ടേക്കുന്നത് വളരെ സീരിയസ് ആയിട്ട് അലിഗേഷനാണ് സജനയെ കുറിച്ച്. നമ്മൾ ഈ വോയിസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ച് പോകാന്നുള്ളൂ. ബാക്കി തെളിവുകൾ കാണിക്കേണ്ട കേസായിട്ട് പോകേണ്ടത് അവർ തന്നെയാണ്, നമ്മളല്ല. എന്തായാലും സജനെ കൊള്ളാം. പൂക്കുറ്റിയുടെ കേസ് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇയാൾ ലോക കോഴിയാന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെച്ചേക്കുന്നത്. അയാൾ ഇങ്ങനത്തെ നടക്കുന്ന ആളാന്ന് പറഞ്ഞപ്പോഴേക്കും അവരും സജനയുടെ കേസ് ഇവരും പറഞ്ഞു വെച്ചേക്കുന്നത് അങ്ങനത്തെ ടൈപ്പാണെന്ന്. അപ്പോൾ ബെസ്റ്റ് ആൾക്കാർ തമ്മിൽ കൂടി എന്നുള്ളതാണ് സത്യം. അതായിരിക്കും ഈ ഇത്രയും കമ്മിറ്റ്മെൻറ്റും സ്നേഹമല്ലേ. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം ഇതിന്റെ പ്രൂഫ് എല്ലാം. പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്, സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്. അവൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന്റെ ടോക്ക് മാറി. എന്താണ് കാന്തന്റെ വിശേഷം. അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. അയ്യേ എന്തോന്നാണ് കേൾക്കുന്നത്. അല്ല ഇത് കുറേയൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ചിന്തിക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടോയെന്ന്. ഉണ്ട്. കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ച് നമ്മളോടാണ് ഭയങ്കര പ്രേമം എന്നുള്ള രീതിയിലാക്കി വെച്ചിട്ട് ഫോണൊന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും നൈസായിട്ട് അപ്പുറത്ത് വേറെ എവിടെയെങ്കിലും പോയി സൊള്ളാൻ പോകും. അല്ലെങ്കിൽ ബാക്കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും കുറേ അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും മിനിമം. ഈ ബാക്കപ്പായിട്ട് പിന്നെ കുറച്ച് അവരുടെ അടുത്ത് ജസ്റ്റ് താളിച്ച് നിർത്തുള്ളൂ ഇങ്ങനെ, മനസ്സിലായോ? ബാക്കി മെയിനായിട്ട് ഒരാളുണ്ട്, അയാളെ ഊറ്റിക്കൊണ്ടിരിക്കും. എന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ജസ്റ്റ് ഇച്ചിരി ഇട്ട് കൊടുത്ത് സ്നേഹം വിതറി കൊടുത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതിലും ഏതെങ്കിലും ഒരെണ്ണത്തിനെ പൊക്കിയെടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട് ഇത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ജീവിതത്തിൽ. അതുകൊണ്ട് പറഞ്ഞതാ. ഇത് തന്നെയല്ലേ ഇപ്പോൾ ഇവരും പറഞ്ഞു വെച്ചേക്കുന്നത്. എടാ അയാൾ വിളിക്കുമ്പോൾ അയാളുടെ അടുത്ത് മര്യാദ സംസാരിക്കുന്നത്, ഫോൺ കട്ട് ചെയ്ത് നേരെ ഇയാളുടെ അടുത്തോട്ട് വിളിക്കുക. എന്തോന്നടേ ഇത്. ഇപ്പോഴാണ് ആലോചിക്കുന്നത് ഓരോ സമയത്തൊക്കെ നമ്മളെയൊക്കെ ഫോണൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെ ഓരോ ടീമുകൾ പോണത് ഇതിന് വേണ്ടിയായിരിക്കുമല്ലോ. അപ്പോൾ അപ്പുറത്ത് വേറെ സെറ്റപ്പ് ഉണ്ടാവും. അയ്യവ നല്ല ടീമുകൾ. നിങ്ങളൊക്കെ എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആലോചിക്കണം. എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഒരു നല്ലൊരു ജീവിതം ജീവിക്കേണ്ട കാര്യം. ഞാനൊക്കെ പറയും നമ്മളൊക്കെ നല്ല അപരാധം ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. പലമാതിരി പരിപാടികൾ ചെയ്തിട്ടുണ്ട് ഒരു സമയത്ത്. അതൊക്കെ നിർത്തി ഒരു നല്ല ലൈഫായിട്ട് മുമ്പോട്ട് പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തി നമ്മൾ അതിൽ മാത്രമായിട്ട് അങ്ങോട്ട് നിൽക്കും. പക്ഷെ കിട്ടുന്നത് ഇതുപോലത്തെ അപരാധികളായിരിക്കും എന്നുള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. എഗെയിൻ സജനാനൂറിൻ്റെ കാര്യമല്ല. അവരിനി ഇതിനെതിരെയൊക്കെ കേസ് കൊടുത്ത് അവർ തെളിയിക്കട്ടെ, അതേ നടക്കുകയുള്ളൂ. കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇതെനിക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമാകുന്നില്ല കേട്ടോ. തല പിടിച്ച് കുലിക്കുക 3-3.5 കിലോ സാധനമൊക്കെ ഒരു എന്ന് പറയുമ്പോഴേക്കും അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇവർ ഈ പറയുന്ന ലേഡി ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണ കണ്ടിട്ടുണ്ടാവും. എന്നും പറഞ്ഞുകൊണ്ട് ഇത്രത്തോളം എക്സാജറേറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഇത് ചില ആൾക്കാരുടെ പ്രശ്നം ഇതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ഒരാളോട് ഒരു ശത്രുത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് അങ്ങ് പൊലിപ്പിച്ച് അങ്ങ് കയറ്റും. പറയണ അവർക്ക് തന്നെ അറിയാം ഇത് മൊത്തം നുണയാന്നുള്ളത്. എന്നാലും അടിച്ചങ്ങ് കയറ്റും. ഈ പറഞ്ഞൊരു സാധനം എനിക്ക് വലിയ വിശ്വാസമായിട്ടില്ല. സജന അമ്മാരി എമ്മടിച്ച് ഭ്രാന്ത് കയറിയിരിക്കുന്ന ഒരാളാണെന്നുള്ളത്. ഇനി അവർ തന്നെ തെളിയിക്കട്ടെ. അത് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റോ മറ്റേ ടെസ്റ്റോ ഒക്കെ ചെയ്തിട്ട്. അപ്പൊ അവള് ചെയ്ത കാര്യമാണത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ലാന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനോട് ഞാൻ ഇത് ആരുടെ നെയിൽ പോളിഷാണ്, അത് ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവിടെ എന്താണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുക്കുന്നു ഗോപാലിന. സജനാനൂറിനെതിരെ ഇപ്പം എന്തൊക്കെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. മറുനാടല്ലോ ഒന്ന് ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് എമ്മിൻ്റെ കേസ് വന്ന് എന്താ പറയുക പൂക്കുറ്റിയുടെ ആയിട്ടുള്ള അവിഹിതം ആ സമയത്ത് തന്നെ ഫിറോസ് ഖാനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണ കഥ വന്നു. എന്തൊക്കെയുണ്ടത്. എന്നാൽ ഈ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു ലീഗലി മൂവ് ചെയ്തത്. ലീഗലി മൂവ് ചെയ്തത് അങ്ങനെ തീർത്താൽ പോരായിരുന്നോ? ഇവർ വന്നിരുന്ന് പണഞ്ഞ് ഇതിപ്പം നാട്ടിലും വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയെന്ന് ആലോചിക്കണേ. അപ്പോൾ ഞാൻ എഗെയിൻ പറയുന്നത്, നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഇതുപോലെ ആണോ പെണ്ണോ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സസ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ വാലെ തൂങ്ങി നിൽക്കാതെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് സ്വന്തം ജീവിതം കരപിടിപ്പിക്കാൻ നോക്കുക.
ഇതിൻ്റെയൊക്കെ പുറകെ നിന്ന ഇതുങ്ങളൊക്കെ ഉണ്ടല്ല, ഞാൻ സജനയുടെ കേസല്ല പറയുന്നത്, എഗെയിൻ പറയണം, അത് നമ്മൾ ചർച്ച ചെയ്ത് പോയി. പക്ഷേ ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്, ചില വ്യക്തികളുണ്ട്, അതിനെക്കുറിച്ചാണ് പറയണേ. അതിൽ ഡ്രാഗ് ചെയ്ത് ഞങ്ങളിങ്ങനെ നിൽക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തൊലയും, നല്ല രീതിയിൽ തൊലയും. സജന നൂറിൻ്റെ ഇഷ്യൂ ഇങ്ങനെയൊക്കെയാണ്. ഇനി നാളെ എന്തൊക്കെയായിട്ട് വരും എന്നുള്ളതും എന്തൊക്കെ വിഷയമാണെന്നുള്ളതും കണ്ടറിയാം, കേട്ടറിയാം. പ്രത്യേകിച്ച് തെളിവുകളൊന്നും പുള്ളിക്കാരുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഇതുപോലത്തെ കുറേ അലിഗേഷൻസ് ഓരോരുത്തരെ കുറിച്ച് അങ്ങോട്ടും പറയും, പിന്നെ അവർ കുരുപൊട്ടിയിട്ട് അവർ ഓരോന്നിടും, പിന്നെ അങ്ങോട്ടും നാറും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെയൊന്നും ആവല്ലേ. നിങ്ങളുടെ ഒന്നും പേഴ്സണൽ ലൈഫ് നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ നോക്ക് കേട്ടോ.